എന്നാൽ ഇതിനെല്ലാം ഗൗരവമുള്ള ഒന്നാക്കി മാറ്റുന്നത് മറ്റൊരു കാര്യമാണ്. കാനഡയുടെ മുൻ പ്രതിരോധ മന്ത്രിയായിരുന്ന പോൾ ഹെല്ലിയർ പല പൊതുവേദികളിലും അഭിമുഖങ്ങളിലും ഇലുമിനാറ്റിയെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു. ലോകത്തെ നിയന്ത്രിക്കുന്നത് ഇവരാണെന്നും കാലാവസ്ഥാ വ്യതിയാനം മറികടക്കാനുള്ള തന്ത്രങ്ങൾ ഇവർക്കറിയാമെന്നും എന്നാൽ പെട്രോളിയം കമ്പനികളുടെ വരുമാനം നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ട് അവർ ഇത് പുറത്തുവിടുന്നില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഇലുമിനാറ്റിയുടെ പ്രധാന അടയാളമായി നമ്മൾ കാണുന്ന കണ്ണുള്ള പിരമിഡ് അഥവാ ഐ ഓഫ് പ്രൊവിഡൻസ് എവിടെ നിന്നാണ് വന്നതെന്നറിയാമോ? യഥാർത്ഥ ചരിത്രത്തിലെ ബെവേറി ഇലുമിനാറ്റി ഈ ചിഹ്നം ഉപയോഗിച്ചിട്ടേയില്ല. 17ഉം 18ഉം നൂറ്റാണ്ടുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം കാണിക്കാൻ ക്രിസ്തീയ പള്ളികൾ ഉപയോഗിച്ചിരുന്ന ചിഹ്നമായിരുന്നു ഇത്. പിന്നീട് 1782 അമേരിക്കയുടെ ഔദ്യോഗിക മുദ്രയിലും $1 നോട്ടിലും ഇടം നേടി. ഫ്രീമസൺ സംഘടനയിലും ഇത് ഉപയോഗിച്ചിരുന്നു കേട്ടോ. പിൽക്കാലത്ത് ഗൂഢാലോചന സിദ്ധാന്തക്കാരാണ് ഈ ചിഹ്നത്തെ ഇലുമിനാറ്റിയുമായി ബന്ധപ്പെടുത്തി പ്രചരിപ്പിച്ചത്. ഇവർ രക്തം കുടിക്കുന്നവരാണെന്നോ പിശാചിനെ ആരാധിക്കുന്നവരാണെന്നോ ഒക്കെയുള്ള പ്രചരണങ്ങൾക്ക് യാതൊരു തെളിവുമില്ല. ഒരു ചെറിയൊരു കൂട്ടായ്മ പിന്നീട് നോവലുകളിലൂടെയും സിനിമകളിലൂടെയും മാത്രം ഊതിപ്പെരുപ്പിച്ചെടുത്ത ഒന്നാണ്. ചുരുക്കത്തിൽ സിനിമയിൽ കാണുന്നത് പോലെ ലോകത്തെ പേടിപ്പെടുത്തുന്ന ഒരു മാന്ത്രിക സംഘമല്ല ഇത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.